ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ 5 കത്തോലിക്ക സഭ വിശുദ്ധ മറിയ ഫൗസ്റ്റീന കൊവാൾസ്കയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. അന്ന് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന പോളണ്ടിലെ ഗ്ലോഗോവിക് ഗ്രാമത്തിൽ 10 മക്കളിൽ മൂന്നാമനായി ഹെലൻ കൊവാൾസ്ക ജനിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1918 13 വർഷത്തിനു ശേഷം പോളണ്ട് അതിൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. കൊവാൾസ്കകൾ വളരെ ദരിദ്രരായിരുന്നു. എന്നാൽ അവർക്ക് സമ്പന്നമായ കത്തോലിക്ക വിശ്വാസമുണ്ടായിരുന്നു. അത് ഉന്മൂലനം ചെയ്യാനുള്ള റഷ്യൻ ശ്രമങ്ങൾക്ക് മുന്നിൽ അവരുടെ ഊർജ്ജസ്വലമായ പോളിഷ് സംസ്കാരം മുറുകെ പിടിച്ചു. കുട്ടിക്കാലത്ത് ഹെലന് 3 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കാൻ ഇഷ്ടമായിരുന്നു. ഭക്തിയുള്ളവളായിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കുന്നവളായിരുന്നു. മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളോട് സംവേദനക്ഷമതയുള്ളവളായിരുന്നു. അവൾ പിന്നീട് തൻ്റെ ഡയറിയിൽ എഴുതി, 7-ാം വയസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ കൃത്യമായ വിളി, മതപരമായ ജീവിതത്തിലേക്കുള്ള ഒരു വിളിയുടെ കൃപ അനുഭവിച്ചു. ആ സമയത്ത് തൻ്റെ ആത്മാവിൽ ദൈവം തന്നോട് സംസാരിക്കുന്നത് താൻ ആദ്യമായി കേട്ടെന്നും കൂടുതൽ തികഞ്ഞ ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണം അനുഭവിച്ചതായും അവൾ വിവരിക്കുന്നു. കന്യാസ്ത്രീയാകുന്നത് സംബന്ധിച്ച് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പലതവണ നിരസിച്ചു. 14-ാമത്തെ വയസ്സിൽ ഹെലൻ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് തൻ്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി അടുത്തുള്ള നഗരത്തിലെ വീട്ടുജോലിക്കാരിയായി. അവൾക്ക് 18 വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ വീണ്ടും മതജീവിതത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം നിരസിച്ചതിനെ തുടർന്ന് അവൾ വിവരിക്കുന്നു, കൃപയുടെ വിളി ശ്രദ്ധിക്കാതെ ഞാൻ ജീവിതത്തിൻ്റെ വ്യർത്ഥമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. എന്നിരുന്നാലും എൻ്റെ ആത്മാവിന് ഇതിലൊന്നും സംതൃപ്തി ലഭിച്ചില്ല. അവളുടെ കൃപ നിരസിച്ചിട്ടും യേശു സ്ഥിരത പുലർത്തി. 18-ാം വയസ്സിൽ ഒരു ദിവസം അവൾ സഹോദരിമാരോടൊപ്പം നൃത്തം ചെയ്യുകയായിരുന്നു. എല്ലാവരും നൃത്തം ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ ഹെലൻ ആഴത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുകയായിരുന്നു. അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് തൻ്റെ അരികിൽ യേശുവിനെ ദർശിച്ചു. രക്തം പുരണ്ട, അടിയേറ്റ, വേദന കൊണ്ട് പുളയുന്ന അവൻ്റെ വസ്ത്രം ഊരി യേശു അവളോട്, എത്രമാത്രം ഞാൻ നിന്നോട് സഹിഷ്ണുത കാണിക്കും? എത്രത്തോളം നീ എന്നെ മാറ്റി നിർത്തും എന്ന് ചോദിച്ചു. അധികം താമസിയാതെ ഹെലൻ സെൻറ്റ് സ്റ്റാനിസ്ലാസ് കോസ്റ്റക കത്തീഡ്രലിലേക്ക് ഒളിച്ചോടി. അവിടെ അവൾ വാഴ്ത്തപ്പെട്ട കൂദാശിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണു. വഴിക്കായി ദൈവത്തോട് അപേക്ഷിച്ചു. അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ ഈ വാക്കുകൾ കേട്ടു, ഉടനെ വാഴ്സോയിലേക്ക് പോവുക. നിങ്ങൾ അവിടെ ഒരു മഠത്തിൽ പ്രവേശിക്കും. അവൾ വീട്ടിലേക്ക് പോയി അവളുടെ മാതാപിതാക്കളോട് യാത്ര പറയാൻ സഹോദരിയോട് പറഞ്ഞു. വസ്ത്രം മാത്രം ധരിച്ച് വാർസോയിലേക്ക് 75 മൈൽ ട്രെയിൻ പിടിച്ചു. ഹെലൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു. അവൾ ഒരു ചെറിയ പട്ടണത്തിലേക്ക് അവളെ നയിച്ചു. അവിടെ അവൾക്ക് രാത്രി താമസ സൗകര്യം ലഭിച്ചു. അടുത്ത ദിവസം അടുത്തുള്ള ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു അവളോട് പറയുന്നത് അവൾ കേട്ടു. ആ പുരോഹിതൻ്റെ അടുക്കൽ പോയി എല്ലാം അവനോട് പറയുക. അടുത്തതായി എന്തു ചെയ്യണമെന്ന് അവൻ നിങ്ങളോട് പറയും. ഇടവകയിലെ ഒരു വിശുദ്ധ സ്ത്രീയോടൊപ്പം തൽക്കാലം താമസിക്കാൻ പുരോഹിതൻ ഹെലനെ ഏർപ്പാടാക്കി. അവളുടെ ഹ്രസ്വമായ താമസത്തിനിടയിൽ ഹെലൻ അവൾ കണ്ടെത്തിയ എല്ലാ കോൺവെൻറ്റുകളുടെയും വാതിലിൽ മുട്ടാൻ തുടങ്ങി. പക്ഷേ എല്ലാവരും അവളെ നിരസിച്ചു. ഒടുവിൽ അവൾ കോൺഗ്രിഗേഷൻ ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സിയുടെ കവാടത്തിൽ മുട്ടി. അവിടെ മദർ സുപ്പീരിയർ അവളെ ചാപ്പലിലേക്ക് അയച്ചു. പ്രാർത്ഥിക്കാനും യേശുവിനെ സ്വീകരിച്ചോ എന്ന് ചോദിക്കാനും ഹെലൻ യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ചാപ്പലിലേക്ക് പോയി. അവൻ മറുപടി പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു, നീ എൻ്റെ ഹൃദയത്തിലാണ്. യേശുവിൻ്റെ പ്രതികരണം എന്താണെന്ന് മദർ മൈക്കിൾ ഹെലനോട് ചോദിച്ചപ്പോൾ യേശു തന്നെ സ്വീകരിച്ചുവെന്ന് ഹെലൻ അവളോട് പറഞ്ഞു. അപ്പോൾ അമ്മ മൈക്കിൾ പ്രതികരിച്ചു, കർത്താവ് അംഗീകരിച്ചെങ്കിൽ ഞാനും സ്വീകരിക്കും. ഹെലൻ്റെ തൊഴിൽ പരീക്ഷിക്കാൻ അമ്മ മൈക്കിൾ അവളെ ഒരു വർഷത്തേക്ക് അയച്ചു.
അവളുടെ വാർഡ്രോബിനായി കുറച്ച് പണം സമ്പാദിച്ചു. അമ്മ മൈക്കിൾ പിന്നീട് തൻ്റെ ഡയറിയിൽ ഈ കണ്ടുമുട്ടലിനെ കുറിച്ച് എഴുതി. ഹെലൻ പ്രത്യേകിച്ച് ആരുമായിരുന്നില്ല എന്ന് പ്രസ്താവിച്ചു. വാർസോയ്ക്ക് സമീപം ഒരു വർഷത്തെ വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്ത ശേഷം 1925 ഓഗസ്റ്റ് 1 ഹെലൻ കോൺവെൻറ്റിൽ തിരിച്ചെത്തി. 20ാമത്തെ വയസ്സിൽ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയുടെ കോൺഗ്രിഗേഷനിൽ അംഗമായി. ആ ദിവസത്തെക്കുറിച്ച് അവൾ പിന്നീട് എഴുതി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ പറുദീസയുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതായി എനിക്ക് തോന്നി. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരൊറ്റ പ്രാർത്ഥന പൊട്ടിപ്പുറപ്പെട്ടു, നന്ദിയുടെ ഒരു പ്രാർത്ഥന. എന്നിരുന്നാലും ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ കോൺവെൻറ്റിലെ തിരക്കേറിയ ഷെഡ്യൂളിലും പ്രാർത്ഥന സമയക്കുറവിലും ഹെലൻ നിരാശയായി. അതിനാൽ അവൾ പോകാൻ തീരുമാനിച്ചു. തൻ്റെ തീരുമാനം അമ്മ മൈക്കിളിനോട് പറയാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി യേശു അവളുടെ സെല്ലിൽ മർദ്ദനമേറ്റ് രക്തം പുരണ്ടവനായി പ്രത്യക്ഷപ്പെട്ടു. ആരാണ് തന്നോട് ഇത് ചെയ്തത് എന്ന് അവൾ യേശുവിനോട് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞു, നീ ഈ മഠം വിട്ടാൽ എനിക്ക് ഈ വേദന ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. ഈ സ്ഥലത്തേക്കാണ് ഞാൻ നിന്നെ വിളിച്ചത്, മറ്റെവിടെയുമല്ല. ഞാൻ നിങ്ങൾക്കായി ധാരാളം കൃപകൾ ഒരുക്കിയിരിക്കുന്നു. അതോടെ അവൾ മനസ്സ് മാറ്റി നോവിഷേറ്റ് പൂർത്തിയാക്കാൻ ക്രൊക്കോവിലേക്ക് പോയി. 1926 ഏപ്രിൽ 30 അവൾക്ക് ഈ ശീലം ലഭിച്ചു. വാഴ്ത്തപ്പെട്ട കൂദാശയിലെ സിസ്റ്റർ മറിയ ഫൗസ്റ്റീന എന്ന പേര് ലഭിച്ചു. സിസ്റ്റേഴ്സ് ഫൗസ്റ്റീന തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത 12 വർഷവും വാർസോ, വിൽനിയസ്, പോഗ്, ക്രോക്കൗ എന്നിവിടങ്ങളിലെ സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സിയുടെ വിവിധ കോൺവെൻറ്റുകളിൽ ചെലവഴിച്ചു. ക്രോക്കോവിലാണ് 1938 ഓഗസ്റ്റ് 5 33-ാം വയസ്സിൽ അവർ മരിച്ചത്. ഒരു മതസഹോദരിയായിരുന്ന കാലത്തുടനീളം സിസ്റ്റർ ഫൗസ്റ്റീന ഒരു പാചകക്കാരിയായും പൂന്തോട്ടക്കാരിയായും വാതിൽ കാവൽക്കാരിയായും പ്രവർത്തിച്ചു. അവളുടെ ദൈനംദിന കർത്തവ്യങ്ങൾ അവിശ്വസനീയമായ നിഗൂഢ അനുഭവങ്ങളുമായി ഇഴചേർന്നിരുന്നു. അതിൽ ദിവ്യകാരുണ്യം എന്ന സന്ദേശം അവൾക്ക് കൈമാറാൻ യേശു പതിവായി അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ മേലുദ്യോഗസ്ഥരുടെ അനുസരണത്തിൽ 1934 മുതൽ അവൾ ഈ ദർശനങ്ങളും സ്വകാര്യ വെളിപ്പെടുത്തലുകളും 6 നോട്ട് ബുക്കുകളിൽ ഉത്സാഹത്തോടെ എഴുതി. ഈ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ദി ഡയറി ഓഫ് സെൻറ്റ് മറിയ ഫൗസ്റ്റീന കൊവാൾസ്ക എന്ന എൻ്റെ ആത്മാവിലെ ദിവ്യകാരുണ്യം എന്ന ഒരൊറ്റ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ന് സഭയ്ക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളിൽ ഒന്നാണ് ഈ പുസ്തകവും അതിനുള്ളിലെ ഭക്തികളും. തൻ്റെ കരുണയോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ യേശു ആഗ്രഹിക്കുന്ന പല വഴികളും വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ പറയുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതിരൂപത്തിൽ ധ്യാനിക്കുക എന്നതാണ് ആദ്യത്തെ വഴി. ഈ ചിത്രം യേശുവിൻ്റെതാണ്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ 2 കിരണങ്ങൾ പ്രകാശിക്കുന്നു. ഒന്ന് നീലയും ഒന്ന് ചുവപ്പും. സ്നാനത്തിൻ്റെയും കുർബാനയുടെയും കൂദാശകളെ സൂചിപ്പിക്കുന്നു. ഈ ചിത്രം വരയ്ക്കാനും ലോകമെമ്പാടും ബഹുമാനിക്കാനും യേശു ഉത്തരവിട്ടു. അടിയിൽ യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെഴുതി. ഈസ്റ്ററിൻ്റെ 8-ാം ദിവസം ദിവ്യകാരുണ്യത്തിൻ്റെ ആഘോഷം സ്ഥാപിക്കുക എന്നതാണ് 2ാമത്തെ മാർഗം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചപ്പോൾ സഭയുടെ സാർവത്രിക കലണ്ടറിൽ ഈ ഗാംഭീര്യം ചേർത്തു. 3ാമത്തെ മാർഗം യേശു തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയെ പഠിപ്പിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ ചാപ്ലേറ്റ് പ്രാർത്ഥിക്കുക എന്നതാണ്. കരുണ നേടുക, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നിവയാണ് ഈ ചാപ്ലേറ്റിൻ്റെ ലക്ഷ്യം. നമ്മുടെ കർത്താവ് മരിക്കുകയും അവൻ്റെ കരുണ ചൊരിയുകയും ചെയ്ത മണിക്കൂറിനെ എല്ലാ ദിവസവും 3 മണിയെ ബഹുമാനിക്കുക എന്നതാണ് 4ാമത്തെ മാർഗം. ഒടുവിൽ കരുണയുടെ നിരവധി അപ്പസ്തോലന്മാരെ ഉയർത്താൻ യേശു ആഗ്രഹിച്ചു. അവർ ഇരുവരും മറ്റുള്ളവരോട് കരുണയോടെ ജീവിക്കുകയും അവൻ്റെ കരുണയോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ മരണശേഷം 2 ശതാബ്ദങ്ങൾക്കുള്ളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സന്ദേശങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചു. പ്രാരംഭ വ്യാപനത്തിൽ അവളുടെ ആത്മീയ ഡയറക്ടർ ഫാദർ മൈക്കിൾ
സോപ്പോക്കോ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി പുതിയ മതസഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഡയറിയിലും ചിത്രവും പ്രാർത്ഥനകളും മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അവളുടെ ഡയറി പോളണ്ടിലുടനീളം വളരെ ജനപ്രിയമായി. ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് വത്തിക്കാൻ പുറത്തിറക്കിയ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഔദ്യോഗിക ജീവചരിത്രം പ്രസ്താവിക്കുന്നു. അവൾ മഠത്തിൽ ചെലവഴിച്ച വർഷങ്ങൾ അസാധാരണമായ സമ്മാനങ്ങളാൽ നിറഞ്ഞിരുന്നു. വെളിപാടുകൾ, ദർശനങ്ങൾ, മറഞ്ഞിരിക്കുന്ന കളങ്കം, പങ്കാളിത്തം, കർത്താവിൻ്റെ അഭിനിവേശം, ബിലോക്കേഷൻ സമ്മാനം, മനുഷ്യാത്മാക്കളുടെ വായന, പ്രവചനവരം അല്ലെങ്കിൽ നിഗൂഢമായ വിവാഹ നിശ്ചയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും അപൂർവമായ സമ്മാനം. എന്നിരുന്നാലും 1959 വത്തിക്കാൻ അവളുടെ ഡയറിയും അതിനോട് ചേർന്നുള്ള എല്ലാ ഭക്തികളും നിരോധിച്ചു. ഡയറിയിൽ ഗുരുതരമായ ദൈവശാസ്ത്ര സംവരണങ്ങൾ ഉണ്ടെന്ന് പ്രസ്താവിച്ചു. കാരണം ഡയറിയിൽ ഫൗസ്റ്റീനയിൽ തന്നെ അമിതമായ ശ്രദ്ധയുണ്ട്. 1965 അന്നത്തെ കർദിനാൾ കരോൾ വോജ്റ്റില കോവാൾസ്കിയുടെ ജീവിതത്തെയും സദ്ഗുണങ്ങളെയും കുറിച്ചുള്ള ഒരു പ്രാരംഭ വിജ്ഞാന പ്രക്രിയ തുറക്കാൻ വത്തിക്കാനിൽ നിന്ന് അനുമതി നേടുകയും 2 വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ നല്ല കണ്ടെത്തലുകൾ സമർപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും 1978 കർദിനാൾ വോജ്റ്റില ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം വരെ വത്തിക്കാൻ വിശുദ്ധ ഫൗസ്റ്റീനയുടെ രചനകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കുകയും അവളെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. ഇത് 8ാം ദിവസം അവളെ വിശുദ്ധിയായി പ്രഖ്യാപനത്തിൽ കലാശിച്ചു. ഈസ്റ്റർ 2000 ദിവ്യകാരുണ്യ ഞായറാഴ്ചയുടെ ആദ്യത്തെ സാർവത്രിക പള്ളി ആഘോഷം. സ്വർഗത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ദൈവം ഈ ദരിദ്രയും ലളിതയും ഭക്തിയും എളിമയുമുള്ള യുവതിയെ ലോകത്തിന് ഒരു സന്ദേശം എത്തിക്കാൻ തിരഞ്ഞെടുത്തു. അത് ഇതുവരെ കൈമാറിയ ഏറ്റവും കേന്ദ്രവും പ്രധാനപ്പെട്ടതുമായ സന്ദേശങ്ങളിൽ ഒന്നായി മാറും. ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചിന്തിക്കുകയും ജീവിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും വേണം. കരുണ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് സകലവും ആകുന്നു. ഈ മഹാനായ വിശുദ്ധയെ നാം ആദരിക്കുമ്പോൾ അവളിലൂടെ ദൈവം നമുക്ക് നൽകിയ സന്ദേശം ചില മുൻ തലമുറയ്ക്കുള്ളതല്ലെന്ന വസ്തുതയെക്കുറിച്ച് ചിന്തിക്കുക. അത് ഇന്നത്തേക്കുള്ളതാണ്. ദിവ്യകാരുണ്യത്തോടുള്ള നിങ്ങളുടെ സ്വന്തം ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ചാപ്ലറ്റിന് പ്രാർത്ഥിക്കുകയോ പ്രതിമയെ ആരാധിക്കുകയോ 3 മണിയെ ബഹുമാനിക്കുകയോ ദിവ്യകാരുണ്യ ഞായറാഴ്ചയിൽ പങ്കെടുക്കുകയോ ദിവ്യകാരുണ്യത്തിൻ്റെ അപ്പസ്തോലനായി ഈ വിശുദ്ധ ഭക്തി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇത് ദൈവത്തിൻ്റെ സാർവത്രിക ക്ഷണമാണെന്ന് അറിയുക. അത് നിങ്ങൾക്ക് നൽകപ്പെട്ട ഒരു ക്ഷണവും പ്രബോധനവുമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ സത്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കുകയും ആ സമൃദ്ധമായ കാരുണ്യത്തെ നിങ്ങളുടെ ആത്മാവിൽ നിറയ്ക്കാൻ അനുവദിക്കുകയും ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വാഴ്ത്തപ്പെട്ട കൂദാശയിലെ വിശുദ്ധ മറിയ ഫൗസ്റ്റീന കോവാൾസ്ക, ദൈവം നിങ്ങളോട് സംസാരിച്ചതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. അങ്ങയിലൂടെ കരുണയുടെ സന്ദേശം അഗാധമായി വെളിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കാനുള്ള ക്ഷണം നൽകപ്പെടുകയും ചെയ്തു. ദയവായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന കരുണയുടെ മഹാസമുദ്രത്തിലേക്ക് ഞാൻ തുറക്കും. അങ്ങനെ അത് എൻ്റെ ആത്മാവിനെ നിറയ്ക്കുകയും എന്നിലൂടെ മറ്റു പലരെയും ബാധിക്കുകയും ചെയ്യും. വിശുദ്ധ ഫൗസ്റ്റീന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.